നമസ്കാരം. നാം ഏവരും വസിക്കുന്നത് കലിയുഗത്തിലാണ്. കലിയുഗത്തിൽ ധനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ധനപരമായ നേട്ടങ്ങൾ ഏവരും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും അമിതമായ ചിലവിനാൽ ധനം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം പലർക്കും വന്ന് ചേരാവുന്നതാണ്. എന്നാൽ ധനപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്നും അകലുകയും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനം വർദ്ധിപ്പിക്കുവാനും ദാമ്പത്യ ദുരിതങ്ങൾ, പ്രധാനമായും കഷ്ടതകൾ അകലുവാനും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനും ആരോഗ്യം, മനസമാധാനം തുടങ്ങിയ കാര്യങ്ങൾ നാൾക്ക് നാൾ വർദ്ധിക്കാനും ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ചില സസ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവ വീടുകളിൽ വളർത്തുന്നതിലൂടെ മുൻപ് പരാമർശിച്ചതായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏതെല്ലാമാണ് ആ സസ്യങ്ങൾ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ചിലർക്ക് ഈ സസ്യങ്ങൾ നടുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലം വന്നു ചേരും. ചിലർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫലം ലഭിച്ചു എന്ന് വരാം. ചിലർക്ക് അല്പസമയം കാത്തിരിക്കേണ്ടതായി വരും. കാരണം അത് അവരുടെ കർമ്മഫലത്താൽ സംഭവിക്കുന്നതായ കാര്യങ്ങളാകുന്നു. ഏതെല്ലാമാണ് ആ സസ്യങ്ങൾ എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മണി പ്ലാന്റ്. മണി പ്ലാന്റിന് നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട്. പലരും വീടുകളിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നതും വീടുകളിൽ വളർത്തുന്നതുമായ ഒരു സസ്യം എന്ന പ്രത്യേകത മണി പ്ലാന്റിനുണ്ട്. എന്നാൽ മണി പ്ലാന്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം വീടുകളിൽ വളർത്തുന്നതിലൂടെ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായതും കൂടാതെ കാണുവാൻ അതീവ ഭംഗിയുള്ളതുമായ ഒരു സസ്യം തന്നെയാണ് മണി പ്ലാന്റ്. എന്നാൽ മണി പ്ലാന്റ് ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരൂ എന്നതാണ് വാസ്തവം. കൂടാതെ മണി പ്ലാന്റ് വളർത്തുന്നതായ ദിശകൾക്കും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഓരോ ദിശകളിലും വളർത്തുന്നതിലൂടെ വിഭിന്നമായ ഫലങ്ങൾ, വ്യത്യസ്തമായ ഫലങ്ങളാണ് വന്നു ചേരുക. ആ ഫലങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. നിങ്ങളുടെ വീടുകളിൽ പ്രധാനമായും തെക്ക് കിഴക്ക് ദിശയിലാണ് വളർത്തുന്നത് എങ്കിൽ ആ വീടുകളിൽ സാക്ഷാൽ ഗണേശപ്രീതി, ഗണപതി ഭഗവാന്റെ അനുഗ്രഹമാണ് ആ വീടുകളിലേക്ക് വന്നു ചേരുക. അതിനാൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ, ദുരിതങ്ങളുണ്ട് എങ്കിൽ ആ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. ഗണേശപ്രീതിയാൽ തടസ്സങ്ങൾ ഒഴിയുവാനും ധനപരമായ നേട്ടങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും കാരണമായി തീരും. തടസ്സങ്ങൾ ഒഴിയുകയാണ് എങ്കിൽ ഒരു വ്യക്തിക്ക് കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യവിജയങ്ങളോടെ മുന്നോട്ട് പോകുവാനും ശുഭകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് തേടി വരാനും സഹായകരമാണ് ഈ ദിശയിൽ നിങ്ങൾ മണി പ്ലാന്റ് വളർത്തുന്നത്. മറ്റൊരു ദിശയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വടക്ക് കിഴക്ക് ദിശയാണ്. വടക്ക് കിഴക്ക് ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ ദിശ. അതിനാൽ ഈ ദിശയിൽ വളർത്തുന്നതിലൂടെ ഈശ്വരാധീനം 10 മടങ്ങായി വർദ്ധിക്കും. നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഏറ്റവും ഉത്തമമായ ഫലം, അനുകൂലമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുവാനും വടക്ക് കിഴക്ക് നിങ്ങൾക്ക് വളർത്താം. പ്രധാന വാതിലിന്റെ ഇരുവശത്തും ഏവർക്കും വളർത്തുവാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം ആരെങ്കിലും വളർത്തുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. അതിന് ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ കൂടി പരാമർശിക്കുവാൻ സാധിക്കും. സാക്ഷാൽ മഹാലക്ഷ്മി ദേവി, ധനത്തിന്റെ അധിപ, വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ്. പ്രധാന വാതിലിലൂടെ ദേവി പ്രവേശിക്കും. പോസിറ്റീവായ ഊർജം പ്രവേശിക്കും. നെഗറ്റീവായ ഊർജവും പ്രധാന വാതിലിലൂടെയാണ് പ്രവേശിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇരുവശത്തും മണി പ്ലാന്റ് നട്ട് വളർത്തുകയാണ് എങ്കിൽ നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുവാൻ സാധിക്കും. മഹാലക്ഷ്മി കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കും. കാരണം പോസിറ്റീവായ ഊർജമാണ് ആ വീടുകളിൽ വർദ്ധിക്കുക. സൗഭാഗ്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതാണ്. ഏറ്റവും വിശേഷമാണ്. തീർച്ചയായും നിങ്ങൾക്ക് വീടുകളിൽ പ്രധാന വാതിലിന്റെ ഇരുവശത്തും വളർത്താവുന്നതാണ്. എന്നാൽ നിങ്ങൾ വീടുകളിൽ വളർത്തുമ്പോൾ
ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. മണി പ്ലാന്റ് എപ്പോഴും മുകളിലേക്കാണ് വളരേണ്ടത്. താഴേക്ക് വളരുന്നത് ശുഭകരമല്ല, അത് ദോഷകരമാണ്, ദുസൂചനയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ മുകളിലേക്ക് തന്നെ വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം വളരുന്നതിലൂടെ ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കും, കൂടാതെ ഉയർച്ച കടന്നു വരും. പലരും വീടുകളിൽ മണി പ്ലാന്റ് വളർത്തുന്നു എങ്കിൽ പോലും ശരിയായ രീതിയിലുള്ള ഫലം ലഭിക്കാത്തതിന് ഒരു കാരണം കൂടിയാണ് ഇത്. എപ്പോഴും മുകളിലേക്ക് തന്നെ നിങ്ങൾ വളർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊന്ന് ബാംബു ആണ്. ബാംബു അഥവാ മുള എന്ന് പരാമർശിക്കാം. ഈ സസ്യത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ദൃഷ്ടിദോഷം പോലുള്ള ദോഷകരമായ ഫലങ്ങളെ ഫലപ്രദമായി ചെറുക്കുവാൻ സാധിക്കുന്ന ഒരു സസ്യം എന്ന പ്രത്യേകത ബാംബുവിനുണ്ട്. മറ്റു ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ കുറിച്ചും പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പണവുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരല്പമെങ്കിലും ആശ്വാസം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വീടുകളിൽ നട്ടു വളർത്തേണ്ടതായ ഒരു സസ്യം തന്നെയാണ് ബാംബു അഥവാ മുള. പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പോസിറ്റീവായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തീർച്ചയായും വീടുകളിൽ വളർത്തേണ്ടതായ ഒരു ചെടിയായി തന്നെ ബാംബുവിനെ പരാമർശിക്കുവാൻ സാധിക്കും. ദൃഷ്ടിദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതിന് സഹായകരമാണ് ബാംബു വീടുകളിൽ വളർത്തുന്നത്. കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് എന്നീ ദിശകളിൽ നിങ്ങൾക്ക് വളർത്തുവാൻ സാധിക്കുന്നതാണ്. ദിശയ്ക്ക് എപ്പോഴും പ്രാധാന്യം നിങ്ങൾ നൽകണം. അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലം എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്നില്ല. അതിനാൽ ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. വാക്കുദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. കൂടാതെ വിളിദോഷം ജീവിതത്തിൽ നിന്നും അകലുകയും ദൃഷ്ടിദോഷം പോലുള്ള ദോഷകരമായ ഫലങ്ങളെ ഫലപ്രദമായി ചെറുക്കുവാൻ ഈ സസ്യത്തിന് പ്രത്യേകമായ കഴിവുണ്ട്. ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കാര്യ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ഈ ചെടി വളർത്തുമ്പോൾ ഈ പരാമർശിച്ചതുപോലെ തന്നെ ശരിയായ ദിശയിൽ നിങ്ങൾ നട്ട് വളർത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചതായ ഫലം ലഭിക്കുന്നതല്ല. മറ്റൊന്ന് മുല്ലയാണ്. മുല്ലയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. വീടിനുള്ളിൽ വളർത്തുവാൻ സാധിക്കുന്നതായ ഒരു സസ്യം എന്ന പ്രത്യേകത മുല്ലയ്ക്കുണ്ട്. മുല്ല വീടുകളിൽ വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ സ്നേഹം വർദ്ധിക്കും, ഐക്യം വർദ്ധിക്കും. അത് സഹോദരങ്ങൾ തമ്മിലുള്ളതാണ് എങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കലഹങ്ങളാണ് എങ്കിലും അത് അകലുന്നതിന് സഹായകരമായി തീരും. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി നാരായണ പ്രീതിയാണ് കടന്നു വരിക. ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു സസ്യമായി തന്നെ മുല്ലയെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായും വീടുകളിൽ വളർത്തുക. വീടിനുള്ളിൽ വളർത്തുന്നതും ശുഭകരമാണ്. വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകണം. കാരണം ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യമാണ്. ഇനി അഥവാ വീടിനുള്ളിൽ വളർത്തുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ വീടിന്റെ പുറത്ത് വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. അത്രമേൽ ശുഭകരമായ ഫലങ്ങൾ നൽകും. തുളസി ഏതൊരു വീട്ടിലും ഉണ്ടാകുന്നതായ ഒരു സസ്യമാണ് തുളസി. തുളസിക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ തുളസി വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പരാമർശിക്കുന്ന ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശയിൽ തുളസിയുണ്ട് എങ്കിൽ മറ്റ് ദിശകളിലും നിങ്ങൾക്ക് വളർത്താം. അതല്ല എങ്കിൽ മറ്റു ദിശകളിൽ വളർത്തുന്നത് ശുഭകരമല്ല. ആദ്യത്തെ ദിശ വടക്കാണ്. കൂടാതെ വടക്ക് കിഴക്ക്, കിഴക്ക് എന്നീ ദിശകളിൽ നിങ്ങൾക്ക് വളർത്താം. ഈ ദിശകളിൽ ഏതെങ്കിലും ഒരു ദിശയിലുണ്ട് എങ്കിൽ മറ്റു ദിശകളിലുമാകാം. ഈ സസ്യത്തിൽ തട്ടി വരുന്ന കാറ്റ് പോലും വീടുകളിൽ പ്രവേശിക്കുന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും ഐശ്വര്യം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ധനപരമായ തടസ്സങ്ങൾ അകറ്റുവാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. ലക്ഷ്മി ദേവിയുടെ മുടിയായാണ് തുളസിയെ സങ്കല്പിക്കുന്നത്. അതിനാൽ അത്രമേൽ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് ഒരു തുളസിത്തറ പണിയുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷപ്പെട്ടതായ കാര്യമില്ല എന്ന് തന്നെ അർത്ഥമാക്കാം. കാരണം ആ വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജം തുളസിയിൽ തട്ടി ആ കാറ്റ് വീടിനുള്ളിലേക്ക്
പോസിറ്റീവ് ഊർജമായി പ്രവഹിക്കുന്നതാണ്. സാധിക്കുന്നവർ തീർച്ചയായും തുളസിത്തറ പണിയുക. മറ്റൊന്ന് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ നട്ടു വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ദിശയ്ക്ക് പ്രാധാന്യം നൽകുക എന്നതാണ്. വടക്ക് കിഴക്ക് ദിശയിൽ നടാം. പ്രധാന വാതിൽ വരുന്ന ദിശയിൽ വളർത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. പ്രധാന വാതിൽ മറയും വിധം വളർത്തരുത്. ഓരത്തായി വളർത്തുക ഏറ്റവും വിശേഷമാണ്. നെഗറ്റീവായ ഊർജത്തെ അകറ്റുവാനും ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും ലക്ഷ്യത്തിലെത്തുവാനും സഹായകരമാണ്. മറ്റൊന്ന് ആര്യവേപ്പാണ്. കഴിക്കുന്ന വേപ്പ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ദേവിയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ മാത്രമാണ് ഈ സസ്യം നിങ്ങളുടെ വീടുകളിൽ വളരൂ എന്നതാണ് വാസ്തവം. ദിശയ്ക്ക് പ്രാധാന്യം നൽകണം. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിങ്ങൾക്ക് ഈ സസ്യം വളർത്താം. ഈ സസ്യത്തിൽ തട്ടി വരുന്നതായ കാറ്റ് വീടുകളിൽ പ്രവേശിക്കുന്നത് പോലും ആ വീടുകളിലെ രോഗദുരിതങ്ങളും നെഗറ്റീവ് ഊർജത്തെയും ഒഴിവാക്കുവാൻ സഹായകരമാണ്. അത്രമേൽ വിശേഷപ്പെട്ട സസ്യമാണ്. മറ്റൊരു സസ്യം ലക്കി ബാമ്പുവാണ്. പലരും വീടുകളിൽ വളർത്തുന്നതായ ഒരു സസ്യമാകുന്നു. എന്നാൽ ദിശയ്ക്ക് പലരും പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് വാസ്തവം. പ്രാധാന്യം നിങ്ങൾ നൽകണം. തെക്ക് കിഴക്ക് ദിശ ഏറ്റവും ഉത്തമമാണ്. പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും മനസമാധാനം വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികപരമായ ഉയർച്ച വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ്. ഇവ നട്ടു വളർത്തുന്നതിലൂടെ പ്രകടമായ മാറ്റം നിങ്ങൾക്ക് ദൃശ്യമാകും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തീർച്ചയായും ഈ സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നട്ടു വളർത്തുവാൻ ഏവരും ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ മാത്രമേ നൽകൂ.